ഭഗവതാരാധന നമ്മുടെ അറിവിൽ 450 വർഷത്തിനിടയ്ക്ക് ഒരു യുവാവ് തൻ്റെ രോഗശാന്തിക്ക് വേണ്ടി തൻ്റെ ഗുരുനാഥനും കൂടിയായ ഭാര്യാപിതാവിൻ്റെ രോഗത്തെ പ്രാർത്ഥന കൊണ്ട് തന്നിലേക്ക് ആവാഹിച്ചെടുത്ത നാരായണ ഭട്ടതിരി മനസ്സു നിറയെ ഭാഗവതത്തെ ആരാധിച്ചുകൊണ്ട് ജീവിത വഴികളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മിക ബോധത്തെ ഭാഗവതം കൊണ്ട് പൂർണ്ണമാക്കി തൻ്റെ ഗുരുനാഥനിൽ നിന്നും ഏറ്റെടുത്തതായ രോഗത്തെ, അസുഖത്തെ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ശാരീരിക അവസ്ഥയിൽ നിന്നും മുക്തി നേടി ഗുരുവായൂരമ്പലത്തിൻ്റെ തിരുനടയിലെത്തി സന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം. നാരായണ ഭട്ടതിരി ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കണ്ണാ, എല്ലാ ആനന്ദത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായിരിക്കുന്നു അലയോ കണ്ണാ ഭഗവാനെ നാരായണ, തൃക്കൈയിലമരുന്ന മഹാവിഷ്ണവേ. നമ്മുടെ ഭക്തന്മാരെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ തിരുനടയിൽ നിന്ന് ഈ സത്രവേദിയിലേക്ക് ഒഴുകിയെത്തുന്ന എല്ലാ ഭക്തന്മാരും പ്രാർത്ഥിക്കുകയാണ്. സന്ദ്രാനന്ദാവബോധാത്മകം. ഇപ്പോൾ ഇത് നാരായണ ഭട്ടതിരി ചെല്ലുകയല്ല, നമ്മളുടെ മനസ്സ്, നമ്മുടെ അന്തർമനസ്സ് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്ന് നമ്മൾ ജപിക്കുകയാണ്. എന്താണ്? സന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. എന്നിട്ടോ ഒരു മാത്രയൊന്ന് നോക്കിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഭഗവാനെ. അസ്പഷ്ടം ദൃഷ്ടമാത്രേ. വീണ്ടും വീണ്ടും എൻ്റെ കണ്ണാ, എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ബാധി സാക്ഷാത് ഗുരുപവനപുരേ. നമ്മുടെ ഭാഗ്യം ആ ഗുരുവായൂരപ്പൻ തൃക്കൈയിൽ തേവരുടെ മുമ്പിൽ എഴുന്നള്ളി ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ഭാഗ്യം. അരേ കണ്ണാ ഗുരുവായൂരപ്പ ശരണം. ഇവിടെ ഭാഗവതത്തിന്റെ തിരുനടയിൽ നിന്നുകൊണ്ട് നാരായണ ഭട്ടതിരി സർവരോഗത്തിൻ്റെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ യൗവനകാലത്ത് ആ ഭാഗവതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എത്ര പ്രഭാഷണങ്ങൾ, എത്രമാത്രം സന്ദേശങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന സജ്ജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിനിടയിൽ നമ്മളെന്ത് പറയാനാണ്? ശ്രദ്ധിക്കൂ. ഭാഗവതത്തിന്റെ 18,000 ശ്ലോകങ്ങൾ, ഒരു ശ്ലോകത്തിൽ 32 അക്ഷരം എന്നാണ് കണക്ക്. ഒരു ശ്ലോകത്തിൽ 32 അക്ഷരം എന്ന് കണക്കാകുമ്പോൾ അതിനെ 18,000 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര അക്ഷരം വരും? അത്രയും മന്ത്രാക്ഷരങ്ങൾ, ബീജാക്ഷരങ്ങളാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്നത് പോലെയും എന്ന് പറയുന്നത് പോലെയും 18,000 അക്ഷരങ്ങളിലെ ഓരോ അക്ഷരങ്ങളും എന്താണ്? ഓരോ മന്ത്രത്തിന്റെ ബീജാക്ഷരങ്ങളാണ് എന്നറിയണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്നതിലെ ഓരോ അക്ഷരങ്ങളും ഒരു മഹാമന്ത്രത്തിന്റെ ബീജാക്ഷരങ്ങളാണെന്നറിയണം. ഇങ്ങനെ കടപ്പുറത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കടൽ എത്ര ശാന്തമാണ്. കടലിന്റെ അഗാധതയിലേക്ക് നോക്കുമ്പോൾ കടൽ വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. തിരകൾ പോലും കാണാൻ പറ്റുകയില്ല. അതുപോലെയാണ് നമ്മൾ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഭാഗവതമാകുന്ന മഹാസമുദ്രത്തിന്റെ തീരത്ത് നിന്ന് നോക്കുമ്പോൾ ഈ പദങ്ങളൊന്നും നമുക്ക് തരുന്നില്ല എന്ന് തോന്നും. ഈ പദങ്ങളെല്ലാം ശാന്തമായി ഭക്തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും.
നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. കുന്തിമാതാവിന്റെ പ്രാർത്ഥനയാണ്. അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ നമുക്ക് കാണാൻ കഴിയില്ല. അരേ കണ്ണ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തില് നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും മുഗ്ധമായി കനീവോടെ മറഞ്ഞു വന്ന അനീശം. പൂന്താനം പറഞ്ഞതുപോലെ എങ്ങനെയാണ്? ഏറ്റവും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എങ്കിലും ആ ഭഗവാൻ സദാ 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 നമ്മുടെ അടുത്തു നിന്ന് നമ്മളെ ഇങ്ങനെ കരുതലും വാത്സല്യവും തന്ന് സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഭഗവാൻ. അപ്പൊ നോക്കൂ, നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക്, എങ്ങനെയാണ് ഭാഗവതം നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ദിശാബോധം നൽകുന്നത് എന്നതിലേക്കാണ് നമ്മളൊരു പരിശ്രമം നമ്മൾ നടത്തുന്നത്. ദശാവതാര സത്രമാണ് ഇവിടെ നടക്കുന്നത്. ഭഗവാൻ വർഷങ്ങളായി ദശാവതാര ചാർത്താണ് നടക്കുന്നത്. ഹരേ കണ്ണ, ശ്രദ്ധിക്കൂ. മത്സ്യാവതാരം നമുക്കെല്ലാവർക്കും അറിയാം. 10 അവതാരങ്ങളുടെ പേര് നമുക്കറിയാം. മത്സ്യാവതാരത്തെ കുറിച്ചും അറിയാം സ്വാമി. മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ചു. മത്സ്യാവതാരം. സത്യവ്രതൻ എന്ന മഹാരാജാവ് നദിയിൽ കുളിക്കാൻ പോയപ്പോ, കുളിച്ചു കഴിഞ്ഞ് തർപ്പണം ചെയ്യുന്ന സമയത്ത് കൈക്കുമ്പിളിൽ ഒരു കുഞ്ഞുമീൻ. സ്വല്പം കഴിഞ്ഞപ്പോ അതിനെ നദിയിലേക്ക് ഒഴുക്കാനായിട്ട് പോയപ്പോ മീൻ പറഞ്ഞു, അരുതേ, വലിയ മത്സ്യങ്ങൾ വല്ലോ എന്നെ തിന്നുകളയുമേ എന്ന് പറഞ്ഞു. ഉടനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മന്തയിലേക്ക് ഇട്ടു. അതിൽ കിടന്ന് വളർന്നപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കിണറ്റിനകത്ത് ഇട്ടു. അതിലും കിടന്ന് വളർന്നപ്പോൾ ഒരു കുളത്തിനകത്ത് ഇട്ടു. അതിലും കിടന്ന് വളർന്നപ്പോൾ ഒരു നദിക്കകത്ത് ഇട്ടു. അങ്ങനെ ക്രമാതീതമായിട്ട് വളർന്ന് വന്നപ്പോൾ സത്യവ്രത മഹാരാജാവിന് മനസ്സിലായി, ഇത് നിസ്സാരക്കാരനല്ല. ഇതാണ് മത്സ്യ അവതാരത്തിന്റെ ഭാഗവത കഥ. നമുക്കെന്താണ്? സത്യവ്രതനോട് ഒരു പ്രളയം, ലോകാവസാനം വരാൻ പോവുകയാണ്. ഒരു ലോകാവസാനം വരാൻ പോവുകയാണ്. ഒരു പ്രളയം വരാൻ പോവുകയാണ്. ഓരോ രാത്രി നമ്മളിവിടേക്കാ വരുന്നേ. നമ്മൾ ഭാഗവതത്തിൽ നിന്നും നമ്മൾ നേരെ നമ്മുടെ നിത്യജീവിതത്തിലേക്കാണ് വരുന്നത്. ഭാഗവതം നമ്മുടെ നിത്യജീവിതത്തിന് എന്തു നൽകുന്നു? അപ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത്. അതിലേക്കാണ് നമ്മൾ വരാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ഭാഗവത കഥ നിങ്ങൾക്ക് കഴിഞ്ഞ 10 ദിവസക്കാലമായി എല്ലാവരും പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ആ ഭാഗവത കഥയിൽ നിന്നും നമ്മൾ നേരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കാണ് വരുന്നത്. ഹരേ കണ്ണ ഗുരുവായൂരപ്പ ശരണം. നോക്കൂ, ഒരു പ്രളയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതാ ഒരു രാത്രിയായി. ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പകൽ കഴിയുമ്പോൾ പ്രളയമാണ്. എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, എന്ന് പറഞ്ഞാൽ നിദ്രയാണ്, ഉറക്കമാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം, ഈ പകൽ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു, അതെന്തെല്ലാം നമുക്ക് ഗുണമായി വന്നു, അതിലെന്തെല്ലാം അന്യർക്ക് ദോഷമായി ഭവിച്ചു. ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, കർമ്മം കൊണ്ട്, മനസ്സാ വാചാ കർമ്മണ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഒക്കെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തു പോയിട്ടുണ്ടോ? നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സംസ്കാരത്തിന്റെ സത്യവും ധർമ്മവും നീതിയും ന്യായവും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നാട്ടുകാരല്ല, പിന്നെയോ നമ്മുടെ വീട്ടുകാർ, നമ്മളും നമ്മുടെ മക്കളും ഉൾപ്പെടുന്നതായ സമൂഹം, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ, അവരെ മാത്രമേ നമുക്കിപ്പോൾ അറിയുള്ളൂ. അവരെന്തെങ്കിലും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലാകും, എൻ്റെ മകൻ, എൻ്റെ കൊച്ചുമോൻ മറ്റേ അയൽക്കാരനുമായിട്ട് വഴക്കിട്ടത്, ഒരാൾ സുഖമില്ലാതെ വന്നപ്പോൾ നമ്മൾ അയാളെ നിഷേധിച്ച് പറഞ്ഞു വിട്ടത്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, ധർമ്മം നമുക്ക് അവിടെ നഷ്ടമായല്ലോ ഭഗവാനെ. സത്യം പലതവണ ഞാൻ കള്ളം പറഞ്ഞല്ലോ ഭഗവാനെ. സത്യം, ധർമ്മം, നീതി, ന്യായം, ഭാരതീയ സംസ്കാരത്തിന്റെ മൂല്യങ്ങളിൽ പലതും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ മത്സ്യസ്വരൂപനായ ഭഗവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്താവശ്യപ്പെടുന്നു? സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും ബീജങ്ങളെ, ഭാഗവതത്തിൽ എന്താണ് പറഞ്ഞത്?
ഈ പ്രപഞ്ചത്തിലെ എല്ലാം പ്രളയത്തിൽ പോകാൻ പോവുകയാണ് സത്യവ്രത. അതുകൊണ്ട് നീ ഒരു തോണിയിൽ കയറി ഈ എല്ലാ നന്മകളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ബീജങ്ങളെ സമാഹരിച്ച് ഒരു വള്ളത്തിലേറ്റി നീ യാത്ര ചെയ്യുക. നിന്നെ മാത്രം ഈ പ്രളയം ബാധിക്കുകയില്ല എന്ന് സത്യവ്രതനോട് പറഞ്ഞു. ഇതാ ഭക്തോത്തമന്മാരായ ഭാഗവത ഭക്തോത്തമനായ തൃക്കയിലെ സത്രവേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഭക്തജനങ്ങളോട് മത്സ്യസ്വരൂപനായ ഭഗവാൻ ആവശ്യപ്പെടുന്നു. എന്ത്? നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഗൃഹത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ധർമ്മത്തിന്റെ ബീജം നിങ്ങൾ എടുക്കൂ, സത്യത്തിന്റെ ബീജം നിങ്ങൾ എടുക്കൂ, ന്യായത്തിന്റെ ബീജം നിങ്ങൾ എടുക്കൂ. സത്യം, ധർമ്മം, നീതി, ന്യായം, അവയുടെ ബീജം നിങ്ങൾ ഏറ്റെടുക്കൂ എന്ന് മത്സ്യസ്വരൂപനായ ഭഗവാൻ നമ്മളോട് ഓരോ രാത്രിയിലും വന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് രാത്രി എന്ന് പറഞ്ഞാൽ? ഭാഗവതത്തിലെ പ്രളയം ബ്രഹ്മദേവനാണെങ്കിൽ, ബ്രഹ്മദേവന്റെ കർമ്മം സൃഷ്ടികർമ്മമാണെങ്കിൽ, ബ്രഹ്മദേവന്റെ സന്തതി പരമ്പരകളുടെ കണ്ണിയായ നമ്മൾ സൃഷ്ടികർമ്മങ്ങൾ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും സദാ 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 ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, മത്സ്യസ്വരൂപനായ ഭഗവാൻ പറയുന്നു, എന്ത്? നഷ്ടപ്പെട്ടു പോയ ഇവിടെ ഇരിക്കുന്നവർ, നമ്മളെ ശ്രവിക്കുന്നവർ, ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ, നിങ്ങൾ ധർമ്മത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ബീജത്തെ ഏറ്റെടുത്ത് നിങ്ങളുടെ സന്തത പരമ്പരകൾക്ക് പറഞ്ഞു കൊടുക്കണേ. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് വിവേചിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ പറയുന്നതിനോടൊപ്പം അധർമ്മത്തെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും അന്യായത്തെക്കുറിച്ചും ഒക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നു മത്സ്യസ്വരൂപനായ ഭഗവാൻ. ഇവിടെയാണ് ഓം ശ്രീ മത്സ്യസ്വരൂപായ ശ്രീമന്നാരായണായ നമഃ പൂർണ്ണമാവുകയാണ്. എന്താണ്? മത്സ്യാവതാരം നമ്മുടെ ഭക്തന്മാർക്ക്, ഭാഗവതോത്തമന്മാർക്ക് നിത്യജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ ഭാഗവതം കാലാതിവർത്തിയായി നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? പുരാനവം. ഈ പുരാണം എക്കാലവും നവനവങ്ങളായ സന്ദേശങ്ങളെ വരും തലമുറകൾക്ക് നൽകുന്നത് കൊണ്ടാണ് ഇത് ഇന്നും ഇനിയും ഒരു യുഗം കഴിഞ്ഞാലും ചർച്ച ചെയ്യപ്പെടുന്നതിന് കാരണം അതാണ്. ശ്രമിക്കണേ. എന്തിനു ശ്രമിക്കണം? നമ്മൾ നഷ്ടപ്പെട്ടു പോയ ധർമ്മങ്ങളെ വീണ്ടെടുക്കാൻ ശ്രമിക്കണം. എങ്ങനെ ശ്രമിക്കണം? നമ്മുടെ മക്കളോടോ കൊച്ചുമക്കളോടോ ഒരു കഥയിലൂടെ, ഒരു ഭാഗവത കഥയിലൂടെ ചോറുണ്ണാണ്ടിരിക്കുമ്പം, ഡൈനിങ് ഹാളിലിരിക്കുമ്പം, നാമം ചെല്ലാനിരിക്കുമ്പം, എല്ലാവരും കൂടെ കൂട്ടുകൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ധർമ്മത്തിന്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കണം. അവൻ കേൾക്കുമോ കേൾക്കത്തില്ലയോ, അനുസരിക്കുമോ അനുസരിക്കത്തില്ലയോ, അവന്റെ ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കുമോ സ്വീകരിക്കത്തില്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു സപ്താഹം കൊണ്ട്, ഒരു സത്രം കൊണ്ട്, ഒരു സ്വാമി വിവേകാനന്ദനെ കൊണ്ട്, ഒരു രാമകൃഷ്ണ പരമഹംസനെ കൊണ്ട് ഈ നാട് നന്നായേനല്ലോ. നന്നാകില്ല. കാരണം എന്താണ്? ഭാഗവതം പറയുന്നു ഇത് 4 യുഗങ്ങളിൽ 4ാമത്തതാണ്, കലിയുഗമാണ്. ഇനിയും ഇത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുമ്പോൾ കൽക്കി അവതരിക്കും. എവിടെയാണ് കൽക്കി അവതരിക്കുന്നത്? നമുക്ക് കൽക്കിയെ കാണാൻ പറ്റുമോ? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയപത്മങ്ങളിൽ കൽക്കിയുടെ അംശകലകൾ പിറക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ, കർമ്മങ്ങളിൽ എന്ത് പിറക്കണം? കൽക്കി അവതരിക്കണം. കൽക്കിയുടെ അംശമില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കില്ലായിരുന്നു. കലിയുഗത്തിൽ ഭാഗവതത്തെ ശ്രവിക്കാൻ ഒരാൾ വന്നാൽ, കലിയുഗത്തിൽ ഭാഗവത്തെ ഒരാൾ ശ്രവിക്കാനിടയായാൽ ഉറപ്പാണ് ആ ആളിന്റെ ഉള്ളിൽ കൽക്കി ഭഗവാന്റെ അംശകലയുടെ ജ്യോതി തെളിയുന്നുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നു, മത്സ്യസ്വരൂപനായ ഭഗവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്ത്? സത്യത്തെക്കുറിച്ച് നമ്മുടെ മക്കളെടുത്ത് പറഞ്ഞു കൊടുക്കണേ. ധർമ്മത്തെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ഈ ഭാഗവതത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു കഥ പറഞ്ഞ് ഒരു ദിവസം അവസാനിപ്പിക്കാവേ. ശിഷ്ടജീവിതം എത്ര ഉണ്ടെന്ന് പരീക്ഷത്തിനറിയാമായിരുന്നു. 7 ദിവസമേ ഉള്ളത്. നമുക്കറിയുമോ? നമുക്കറിയില്ല. ആയതുകൊണ്ട് ഇന്ന് പറയാനുള്ളത് ഇന്ന് തന്നെ പറയണം. നാളെ പറയാനുള്ളത് നാളെ പറയാൻ നേരം വെളുത്തെങ്കിൽ മാത്രമേ പറ്റൂ. നേരം വെളുക്കുമോ ഇല്ലയോ, അകത്തോട്ട് പോയ ശ്വാസം പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പാടില്ലാത്തിടത്തോളം കാലം പറയാനുള്ളതെല്ലാം നാളത്തേക്ക് വെച്ചേക്കരുത്, അപ്പോഴെപ്പോൾ പറയണം. ഹരേ കൃഷ്ണ. എല്ലാവരും മനസ്സിൽ നിന്ന് പറയാമോ?
ഓം മത്സ്യസ്വരൂപായ ശ്രീമന്നാരായണായ നമ. എല്ലാവരും മനസ്സിൽ പറഞ്ഞാൽ മതിയേ. ഒരു ശാപം കൊണ്ട് ദേവന്മാർക്കെല്ലാം ജരാനര ബാധിച്ചു. ഒരു ശാപം കൊണ്ട് ഭാഗവത കഥയാണ്. അപ്പൊ ഇത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു ശാപം കൊണ്ട് ദേവേന്ദ്രന് കൊടുത്ത മാല, ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് കൊടുത്ത മാല ഒരു നിമിത്തമെന്നോണം ആനയുടെ പുറത്തേക്ക് ഇട്ടു. ആനയെ അത് ചവിട്ടി താഴെ ഇട്ടു. അത് ദുർവാസാവ് കണ്ടുകൊണ്ട് വന്നു. ദുർവാസാവ് ദേവേന്ദ്രനെ ശപിച്ചു. അങ്ങനെ ജരാനരകൾ ബാധിച്ചു. ദേവന്മാർക്കെല്ലാം ദേവത്വം നഷ്ടപ്പെട്ടു. ഉടനെ ദേവന്മാരെല്ലാം കൂടെ ചെന്ന് ഭഗവാന്റെ അടുത്ത് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, പാലാഴി കടഞ്ഞ് അമൃതെടുക്കൂ. അമൃതെടുത്ത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ. ഭക്ഷിച്ച് നിങ്ങൾ പൂർവ്വ അവസ്ഥയിലെത്തിക്കത്തുള്ളൂ. ഭാഗവത കഥ. എന്താണ് ഭാഗവത കഥ? ഇതെങ്ങനെ കലിയുഗത്തിലെ ഈ സങ്കീർണമായ ജീവിതത്തിൽ ജീവിക്കുന്ന നമുക്ക് ഭഗവാൻ എങ്ങനെയാണ് കൂർമാവതാരമായി വന്ന് നമ്മളെ സഹായിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ ഭാഗം വായിക്കുമ്പോഴും, ഭാഗവതം വായിക്കുന്നവരടുത്ത് പറയുന്നതാണ്, ഓരോ ഭാഗം വായിക്കുമ്പോഴും ഓരോ ഭാഗവതത്തിലെ ഓരോ ഖണ്ഡങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോഴും ആദ്യം പാരായണമല്ല, ആദ്യം ശ്രവണമാണ്. ശ്രവണം, പാരായണം, പഠനം, മനനം, അങ്ങനെയാണ്. ആദ്യം എവിടെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പോയിരുന്ന് എന്ത് ചെയ്യണം? ഭാഗവതത്തെ ശ്രവിക്കണം. ആരെങ്കിലും ചെല്ലുന്നത് ഇങ്ങനെ കേൾക്കണം. ജന്മാദ്യസ്യതോന്വയാദിതരതച്ഛത്വേഷവിജ്ഞസ്വരാൻ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ഇതിപ്പോ കാണാതെ പഠിച്ചു കാണും നിങ്ങൾ. കാരണം എല്ലാ ആചാര്യന്മാരും ഇത് ചൊല്ലി ഇത് ശ്രോതാക്കളായിട്ട് വന്നിട്ടുള്ളവരെല്ലാം കാണാതെ പഠിച്ചു കാണും. അപ്പോ അങ്ങനെ ആദ്യം ശ്രവണമാണ്. ഉടനെ നമുക്ക് അങ്ങ് പഠിച്ചേക്കാം, നമ്മൾ ഭാഗവതത്തിൽ ഒരു ഉസ്താദായേക്കാം എന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് ശ്രവണം, അങ്ങനെ ശ്രവണം നിരന്തരമായിട്ട് വരുമ്പോൾ മാത്രമേ ഇതെന്താണെന്നറിയാനുള്ള പാരായണത്തിലേക്ക് നമുക്ക് കയറാൻ തോന്നുകയുള്ളൂ. അപ്പൊ നമ്മുടെ മക്കളെയും കൊണ്ടോ കൊച്ചുമക്കളെയും കൊണ്ടോ ഇങ്ങനെ നിർബന്ധിക്കണം. ആര് പറയുന്നതാണ്? വ്യാസം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. എന്താണ്? സത്രവേദിയിലേക്ക് വരാത്തവരെ നമ്മൾ നിർബന്ധിച്ച് എന്ത് ചെയ്യണം? സപ്താഹം കേൾക്കാൻ, ഭാഗവത പാരായണം കേൾക്കാൻ നമ്മൾ നിർബന്ധിച്ച് ആളുകളെ വിളിച്ചുകൊണ്ട് പോകണമെന്നാണ്. ആര് പറയുന്നത്? 7 ദിവസമൊന്നും നീ വരണ്ട, ഇന്ന് ഉച്ച വരെ വന്നിരുന്ന് ചോറ് കൊണ്ടിട്ട് നീ പൊയ്ക്കോ. ആര് പറയുന്നു? ഭാഗവത മാഹാത്മ്യത്തിൽ വേദവ്യാസൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഹരേ കൃഷ്ണ കണ്ണ തൃക്കയിൽ മഹാവിഷ്ണവേ നമ. അപ്പോ ആ കൂർമാവതാരം ഇതാ ഇപ്പോ മന്ദര പർവ്വതത്തെ കടകോലാക്കി, വാസുകിയെ കയറാക്കി, ദേവന്മാർ ഒരു വശത്തും അസുരന്മാർ മറുവശത്തും നിന്ന് മന്ദര പർവ്വതത്തെ കടയുകയാണ്. മന്ദര പർവ്വതത്തെ കടഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? മന്ദര പർവ്വതം താന്നുപോയി, താഴോട്ട് പോയി. അപ്പൊ താഴോട്ട് പോയപ്പോ എന്ത് സംഭവിച്ചു? ഒരുപാട് ആളുകൾ ചത്തുപോയി. ഒരുപാട് ആളുകൾ ദേവന്മാരുടെ കൂട്ടത്തിലും അസുരന്മാരുടെ കൂട്ടത്തിലും ചത്തുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പർവ്വതം ഇങ്ങനെയായിരുന്നേ. അപ്പൊ അതിന്റെ നടുക്ക് വെച്ച് കയറിട്ട് ഇങ്ങനെ ബന്ധിച്ചാൽ അത് തേഞ്ഞെന്ത് ചെയ്യും? മേളോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. അപ്പോ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കഥ നടന്നെന്നും അത് ഭാഗവതത്തിലൂടെ ഇങ്ങനെ സമയം കണ്ടെത്തി ഇങ്ങനെ വന്നിരുന്ന് കേട്ടത് കൊണ്ട് നമുക്കെന്താ ഫലം? അതാണ്, അവിടെയാണ് സങ്കല്പത്തിന്റെ ബലം. എപ്രകാരമാണോ ഭഗവാനെ കണ്ണാ നാരായണ നീ കൂർമാവതാരമായി അവതാരമെടുത്ത് ഈ പ്രപഞ്ചരക്ഷയ്ക്ക് വേണ്ടി മന്ദരപർവ്വതത്തെ തന്റെ പുറന്തോടിൽ താങ്ങി നിർത്തി ദേവ അസുര മനുഷ്യ ഗണങ്ങളെയെല്ലാം രക്ഷിച്ചത്, അതുപോലെ നാനാതരത്തിലുള്ള ജീവിതയാത്രയിൽ ഇങ്ങനെ നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് ശാപങ്ങൾ ഏറ്റേറ്റാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ശാപങ്ങളേക്കാത്തവരാരുമില്ല. ഞാനും നിങ്ങളുമെല്ലാം. എന്താണ് ശാപം? ഈ അച്ഛൻ ശരിയാവത്തില്ലെന്ന് മോൻ പറഞ്ഞാലും ശാപമാണ്, ഇങ്ങേര് ശരിയാവത്തില്ലെന്ന് ഭാര്യ പറഞ്ഞാലും ശാപമാണ്. അങ്ങനെ നമ്മുടെ വാക്കിൽ നെഗറ്റീവായിട്ട് പറയുന്നതിനകത്തെല്ലാം എന്തുണ്ട്? ശാപത്തിന്റെ കണികകളുണ്ട്. അത് ഒരു നെഗറ്റീവ് വലയം എന്ന് പറയും. അതൊരു വലയമായിട്ട് ഇവനെ ബന്ധിക്കും. ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ അനങ്ങാൻ പറ്റില്ല. അതിന്റെ കഥകൾ ഒരുപാട് ഭാഗവതത്തിലുണ്ട്. അത് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ശാപം ദേവന്മാർക്ക് മാത്രം കൊടുത്തിട്ടുള്ളൊരു സാധനമല്ല, അസുരന്മാർക്ക് മാത്രം കൊടുത്തിട്ടുള്ളൊരു സാധനമല്ല. ഇത്
ദൈനംദിന ജീവിതത്തിൽ നാനാ തരത്തിലുള്ള ശാപങ്ങളേൽക്കയാൽ നമ്മുടെ ദേഹത്തിലും നമ്മുടെ ദേഹിയിലുമുള്ള നമ്മുടെ ആത്മചൈതന്യത്തിന്റെ ഈശ്വരീയത, സാത്വികമായ ഭാവം കുറയും, നഷ്ടപ്പെടും. അതിനെ പുനരുജ്ജീവിപ്പിക്കണം. അപ്പോ ഓരോ ഭക്തന്റെയും ജീവിതത്തിൽ അവൻ തകർന്ന് ഈ നാനാതരത്തിലുള്ളതായ ശാപങ്ങൾ കൊണ്ടോ നാനാതരത്തിലുള്ളതായ നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതത്തിന് എന്തുണ്ടാകാം? മന്ദരപർവ്വതം നദിയിലേക്ക് ഭഗവത്കരങ്ങളിൽ നിന്നും ഊരി വീണതുപോലെ നമ്മളും ചിലപ്പോൾ മുങ്ങിപ്പോകാം. നമ്മുടെ എത്രയോ കുടുംബങ്ങൾ അങ്ങനെ മുങ്ങിപ്പോയിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മുങ്ങിപ്പോകുമ്പോൾ എൻ്റെ കണ്ണാ തൃക്കൈയിലപ്പ എന്ത് ചെയ്യണം? ഇതാണ് സങ്കല്പം. എപ്രകാരമാണോ ഭഗവാനെ അങ്ങ് കൂർമാവതാരമായി അവതരിച്ച് മന്ദരത്തെ താങ്ങി നിർത്തിയത്, മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തിയത്, നമ്മൾ ഓരോ ഭാഗം വായിക്കുമ്പോഴും ഓരോ ഭാഗം പാരായണം ചെയ്യുമ്പോഴും ശ്രവിക്കുമ്പോഴും വെറുതെ ഒരു ഗ്രന്ഥമായിട്ട് അതിനെ കാണാതെ അതാത് സന്ദർഭങ്ങളിൽ ആ സങ്കല്പത്തിന് ബലം കൊടുത്താൽ, എപ്രകാരം കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്നും മകൾ അങ്ങോട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും മകളെ അനുഗ്രഹിക്കുമ്പം ഓഡിറ്റോറിയത്തിലുള്ള എല്ലാവരും കേക്കെയാണോ അനുഗ്രഹിക്കുന്നത്? അല്ലല്ലോ. വിളക്ക് കൊടുക്കുമ്പം മൈക്ക് വെച്ച് അനൗൺസ് ചെയ്താണോ? അല്ലല്ലോ. അപ്പോഴൊരു സങ്കല്പമുണ്ട്, ഒരു അമ്മയുടെ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തോളം ബലം, ആ സങ്കല്പ സമയത്തുണ്ടായ ആ മുഹൂർത്ത സമയത്തെ സങ്കല്പത്തിന്റെ പ്രാർത്ഥനാ ബലമാണ് തൻ്റെ മകളുടെ അല്ലെങ്കിൽ തൻ്റെ മകന്റെ ജീവിത വിജയത്തിന് അടിസ്ഥാന ശില. ആ ബലം വേണം. ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഫോർമാലിറ്റിയിൽ വന്ന് നിറവറയിട്ട് തുളസിക്കതിരിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ആ സങ്കല്പത്തിന് ബലം വരില്ല. സങ്കല്പത്തിന് ബലമുണ്ടാകണം. ഭഗവാനെ കാണാൻ പള്ളിക്കൂടത്തിൽ പോയ കുഞ്ഞു വരാൻ താമസിച്ചു. LKGക്ക് പഠിക്കുന്ന കുഞ്ഞാണ്. വണ്ടിയിൽ കണ്ടുമില്ല. അമ്മ എന്തു ചെയ്യും? അമ്മയുടെ ഒരു വിഷമം, അമ്മയുടെ ഒരു സന്ധ്യയായി, 4 മണിയായി, 5 മണിയായി, 6 മണിയായി, അമ്മയുടെ വിഷമം ആരെ കാണാൻ? കുഞ്ഞിനെ കാണാൻ. കുഞ്ഞു വന്നില്ലല്ലോ. ആ വെപ്രാളവും ആ വിഷമവും ഉണ്ടാകണം കണ്ണനെ കാണാൻ. കണ്ണാ നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ തൻ്റെ കുഞ്ഞിനെ കാണാൻ ഒരമ്മയ്ക്ക് എത്രമാത്രം ഹൃദയത്തിന് ഇടിപ്പുണ്ടോ അതുപോലെ നിങ്ങൾ ഹൃദയമിടിപ്പോടുകൂടി എൻ്റെ കണ്ണനെ ഒന്ന് കാണണം എന്ന് നിങ്ങളൊന്ന് ആഗ്രഹിച്ചു നോക്കൂ. മുഗ്ധമായി കനിവോടെ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ തുളസി മലരിൻ്റെ, തുളസി പൂവിൻ്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഭഗവാൻ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ താന്നു പോകുമ്പോൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന് താഴ്ചയുണ്ടാകുമ്പോൾ, മുങ്ങിപ്പോകുമ്പോൾ, എൻ്റെ കണ്ണാ, എൻ്റെ ഗുരുവായൂരപ്പ, നാരായണ, തൃക്കൈയിലപ്പ, നീ ഞങ്ങളെ എപ്രകാരമാണോ കൂർമാവതാരമെടുത്ത് ഭഗവാൻ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തിയത്, നമ്മുടെ നിത്യജീവിതത്തിൽ ഭഗവാനെ അങ്ങ് കൂർമാവതാര സ്വരൂപത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെയും താങ്ങി നിർത്തണേ എന്ന് സങ്കല്പം ചെയ്യണം. അതാണ് ഭാഗവതാരാധന. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുമോ? ഓം ശ്രീ കൂർമ്മസ്വരൂപായ നാരായണായ നമഃ. ദശാവതാര സത്രമാണ്. എന്തിനാണ് ഈ ദശാവതാര സത്രം നമ്മൾ ഇവിടെ നടത്തിയത്? എന്തിനാണ് ദശാവതാരം എന്ന് പേര് പറഞ്ഞത്? ആ ദശാവതാരത്തിലെ ഓരോ അവതാരവും നമ്മുടെ നിത്യജീവിതത്തിന്റെ, ദൈനംദിന ജീവിതത്തിന് നമുക്ക് വെളിച്ചം തരുന്നതായിരിക്കണം. അല്ലെങ്കിൽ എന്തിന് നമ്മൾ കഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നമ്മളിതെല്ലാം ചെയ്യുന്നു? ഇതൊരു ഭഗവത് നിശ്ചയം. പൂർവ്വയുഗങ്ങളിൽ ഇവിടെ ഇത്തരം മഹാസത്രങ്ങളും യജ്ഞങ്ങളും നടന്നിരിക്കും. ആ കാലമാകുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിലേക്ക് ഇങ്ങനെ ഒരു മഹാസത്രം നടത്തുന്നതിനുള്ള വിത്തിടും. അത് മുളയ്ക്കും. അത് മുളച്ചതുകൊണ്ടാണ് ഇത്രയും വിപുലമായി ഭക്തജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തിയത്. എല്ലാവരും ശ്രോതാക്കളായിട്ട് ഈ കസേരകൾ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. ഇവിടെ ഇങ്ങനെ ഭഗവത് മന്ത്രങ്ങൾ, ഭഗവാന്റെ മന്ത്രതരംഗങ്ങൾ എന്താണ്? ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളിലെ ഓരോ വാക്കുകൾ മാത്രമല്ല, ഓരോ അക്ഷരങ്ങൾ പോലും
മന്ത്രബീജാക്ഷരങ്ങളാണ്. ആ മന്ത്രതരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിൽ അലയടിക്കുമ്പോൾ ഇതിങ്ങനെ കൈവഴികളായി ഈ ഗ്രാമത്തിന്റെ, ഈ നാടിന്റെ നാനാ വഴികളിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അസാധാരണമായ പ്രതിരോധ ശക്തി ഈ ഗ്രാമത്തിൽ ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ ഈ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളിലേക്കും ഇപ്പോൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അത്രമാത്രം ഈശ്വരീയമായ മന്ത്രങ്ങളാണ് ഇവിടെ ജപിക്കപ്പെട്ടത്, ഇവിടെ ഉരുവിട്ടത്. മത്സ്യം കൂർമ്മം വരാഹസ്വരൂപായ ശ്രീമന്നാരായണായ നമഃ. എത്ര മോശമായ സ്വരൂപങ്ങളാണ് ഭഗവാൻ എടുക്കുന്നത്, അല്ലെ? മത്സ്യം, കൂർമ്മം, വരാഹം, എത്ര മോശമായതാണ്. എന്താണ് മോശവും മോശമല്ലാത്തതും തമ്മിൽ? ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ആരാണ്? ഈശ്വരനാണ്. ഇവിടെ നന്മകൾക്കും തിന്മകൾക്കും ഭേദമില്ല, എല്ലാം ഭഗവാൻ തന്നെയാണ്. അതാണ് ഈശാവാസ്യമിതം സർവം, സർവവും ഈശ്വരൻ തന്നെയായിരിക്കെ ഒന്നും മോശമായിട്ടില്ല എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ വ്യത്യസ്തമായ അവതാരങ്ങളെ എടുത്തത്. വരാഹസ്വരൂപം. നാരായണ നാരായണ നാരായണ. നമുക്കറിയാം ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും നമുക്കറിയാം. ഹിരണ്യാക്ഷൻ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ സമയമില്ല. സ്വയംഭൂമനുവിന്റെ ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഭൂമിയെ തിരക്കിയപ്പോൾ ഭൂമി കാണാനില്ല. അങ്ങനെ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂമി കാണാനില്ല. അങ്ങനെ ഭഗവാന്റെ ബ്രഹ്മദേവന്റെ നാസാരന്ധ്രത്തിൽ നിന്നും ഒരു ചെറിയ കഷണമായിട്ട് പിറന്ന് ആകാശത്തോളം വളർന്നു. കഥ നിങ്ങൾക്കെല്ലാം അറിയാം, കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. നാരായണ നാരായണ നാരായണ. ആ വരാഹം ഭൂമിയെ തട്ടിക്കൊണ്ടുപോയി. ആര്? ഹിരണ്യാക്ഷൻ. പാതാളത്തിലേക്ക് കൊണ്ടുപോയി, നദിയുടെ ഗർത്തത്തിലേക്ക് കൊണ്ടുപോയി, കടലിന്റെ ഗർത്തത്തിലേക്ക് കൊണ്ടുപോയി. ഭൂമി കാണാനില്ല. ഭൂമിയെ വീണ്ടെടുക്കാനായിട്ട് ആര് പോകുന്നു? നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ. എന്താണ്? നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ. ജീവിതത്തിൽ ഏതെങ്കിലും ജംഗ്ഷനിൽ വെച്ച്, ഏതെങ്കിലും ജീവിത പാതയിൽ വെച്ച് നമ്മുടെ പരമ്പരകളിൽ പലർക്കും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, പൂർവികരായിട്ട് സമ്പാദിച്ചെന്ന സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ എന്തെല്ലാം നഷ്ടങ്ങളാണ്. ഇതിന്റെ ആകത്തുകയാണ് ഹിരണ്യാക്ഷൻ അടിച്ചു കൊണ്ടുപോയത്. എന്താണ്? കാണാനില്ല. നമ്മുടെ ഗൃഹങ്ങളിൽ എന്ത് കാണാനില്ല? നമ്മുടെ പൈതൃകമായി കിട്ടിയ നമ്മുടെ സ്വത്തൊന്നും കാണാനില്ല. എല്ലാം നഷ്ടമായി. അവൻ കുടിച്ചു നശിപ്പിച്ചു, മറ്റൊരുത്തൻ വിറ്റ് നശിപ്പിച്ചു, മറ്റൊരുത്തനും വിറ്റ് മക്കളെ കല്യാണം കഴിച്ച് നശിപ്പിച്ചു. ഇപ്പൊ പാതയോരങ്ങളിലാണ് കിടപ്പ്. അങ്ങനെ എത്രയോ ആളുകളെ നമുക്ക് കാണാം. ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമെല്ലാം ഇങ്ങനെ നഷ്ടങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാകും. നമ്മൾ വീട്ടിൽ ചെന്നിരുന്ന ഒരു 200 പേജിലെ ബുക്ക് എടുത്ത് ഒരു പേജിൽ ഒരു നഷ്ടം വെച്ച് എഴുതിയാൽ എനിക്കും നിങ്ങൾക്കും കാണും. അങ്ങനെ വരാഹസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ ഭാഗം വായിക്കുമ്പോൾ നമുക്കൊരു സങ്കല്പം ഉണ്ടാകണം. എന്താണ് ആ സങ്കല്പം? നാരായണ നാരായണ. നമുക്ക് നമ്മുടെ തലമുറകളിലൂടെ നഷ്ടപ്പെട്ടു പോയതെല്ലാം എപ്രകാരമാണോ വരാഹസ്വരൂപിയായ ഭഗവാൻ പാതാളഗർത്തത്തിൽ നിന്നും ഭൂമിയെ തന്റെ തേറ്റ കൊണ്ട് ഉയർത്തിക്കൊണ്ടു വന്നത്, അതുപോലെ എന്റെ കണ്ണാ, തൃക്കയ്യിലപ്പ ഗുരുവായൂരപ്പ, എന്റെ കണ്ണാ, നമ്മളെ നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണേ. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വീണ്ടും സമ്പന്നനാക്കണേ. എങ്ങനെ സമ്പന്നൻ? സമ്പത്ത് കൊണ്ട് മാത്രമാണോ? അല്ല, സമ്പത്തുണ്ടാകണം. സമ്പത്തില്ലാതിരുന്നാൽ പറ്റില്ല. തിരുവള്ളുവർ തിരുക്കുറളിൽ പറഞ്ഞിട്ടുണ്ട്, സമ്പത്തില്ലാത്ത ആചാര്യൻ പറയുന്നത് പോലും ഭക്തന്മാർ ശ്രവിക്കില്ല. അതുകൊണ്ട് സമ്പത്ത് വേണം. എന്തുകൊണ്ട് സമ്പത്ത് വേണം? നമ്മൾ ഗൃഹസ്ഥന്മാരാണ്. ഗൃഹസ്ഥന്മാരായിട്ടിരിക്കുന്നവർ അധ്വാനിക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞൊരു വാക്ക് സന്ദർഭോചിതമായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എവിടെയാണോ ധനുർധരനായ അർജുനനും എവിടെയാണോ ആത്മീയ ചൈതന്യ തേജസ്സായിരിക്കുന്ന ഭഗവാനും ഒരുമിച്ചിരിക്കുന്നു, അവിടെയാണ് വിജയം. ഭഗവത്ഗീതയിലെ അവസാനത്തെ ശ്ലോകം. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഭൗതിക ജീവിതത്തിൽ കഠിനമായി അധ്വാനം ചെയ്യാനുള്ള മനസ്സിന് ഉറപ്പും
അതിനെ നിലനിർത്തുവാനുള്ള ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തിയും രണ്ടും കൂടെ ചേർന്നാൽ സമ്പാദിക്കുന്നതൊന്നും നഷ്ടമാവുകയില്ല. അപ്പോൾ വരാഹസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ നമുക്കെന്ത് തരണം? നാരായണ, നഷ്ടങ്ങളെയെല്ലാം വീണ്ടെടുത്തു തരണം. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടെടുത്തു തരുന്ന ഒരു ഭാവമാണ് വരാഹസ്വരൂപത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ, വരാഹസ്വരൂപം വായിക്കുമ്പോൾ നമ്മൾ സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കണം അങ്ങനെ. അപ്പോൾ മത്സ്യസ്വരൂപായ ഓം ശ്രീ മത്സ്യസ്വരൂപായ ശ്രീമന്നാരായണായ നമ. ഓം കൂർമ്മസ്വരൂപായ ശ്രീമന്നാരായണായ നമ. ഓം വരാഹസ്വരൂപായ ശ്രീമന്നാരായണായ നമ. ഇനി ആരാണ്? നരസിംഹമൂർത്തി ഭഗവാൻ. നാരായണ നാരായണ നാരായണ. കഥ, ഭാഗവത കഥ അറിയാൻ വയ്യാത്ത, നരസിംഹമൂർത്തി ഭഗവാന്റെയും പ്രഹ്ലാദന്റെയും ചരിതമറിയാത്ത ആരും ഭാഗവത ഭക്തോത്തമന്മാരായിട്ടില്ല എന്ന് നമുക്കറിയാം. പ്രഹ്ലാദന്റെ അച്ഛന്റെ പേരെന്താണ്? ഹിരണ്യ. അമ്മയുടെ പേരെന്താണ്? കയാധു. അമ്മയുടെ പേര് കയാധു. എന്താണ്? കയാധുവിന്റെ ഗർഭത്തിൽ കിടക്കുമ്പോൾ നാരദ മഹർഷിയിൽ നിന്നും നാരായണ നാമം കേട്ട് വളർന്നതാണ് ആര്? പ്രഹ്ലാദൻ. അതിന് മുമ്പലത്തെ കഥകളും അതിന്റെ പിൻബലത്തെ കഥകളും നമുക്കറിയാം. പ്രഹ്ലാദൻ നമ്മളെ എന്തു പഠിപ്പിക്കുന്നു? കയാധു നമ്മളെ എന്തു പഠിപ്പിക്കുന്നു? വർത്തമാന കാലഘട്ടത്തിൽ, ഈ കലിയുഗത്തിന്റെ ഏറ്റവും സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ സാത്വികമായ വിചാരങ്ങളെല്ലാം നമ്മുടെ പെൺമക്കളും ആൺമക്കളും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈശ്വരനാമങ്ങൾ കേൾക്കുന്ന ഹിന്ദുക്കൾ എവിടെയും, ഹിന്ദു പെൺകുട്ടികളും ഹിന്ദു ആൺകുട്ടികളും എവിടെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാന്ന് നമ്മൾ പറയത്തില്ല, എവിടെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതര മതങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഹിന്ദുക്കളിലാണ് ഏറ്റവും കൂടുതൽ മൂല്യച്യുതി വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വൃദ്ധഭവനങ്ങളിൽ താമസിക്കുന്നതും ഹിന്ദുക്കളായിട്ടുള്ള അച്ഛനും അമ്മമാരുമാണ്. എന്തുകൊണ്ടാണ്? അവർ ജനിക്കുമ്പോൾ മുതൽ, എവിടെ ജനിക്കുമ്പോൾ മുതൽ? ഒരു അച്ഛനിൽ നിന്നും ഒരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പിറന്നു വീഴുന്നത് മുതൽ ആ വയറ്റിൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് അനുഭവിക്കുന്നത് ഇന്ന് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കഴിക്കുന്ന ഭക്ഷണം, കേൾക്കുന്ന വാക്കുകൾ, കാണുന്നവ, അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും ഗർഭസ്ഥ ശിശുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഏറ്റവും മോശമായിട്ടുള്ളതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രസവിച്ചു, കുഞ്ഞ് നല്ലപോലെ പ്രസവിച്ചു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സിസേറിയൻ ആണെങ്കിലും 6 മാസത്തേക്ക് കാണാൻ പറ്റത്തില്ല, ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കുക. എന്താ കാര്യം? പണ്ടത്തെ മക്കളുമാരെന്ത് ചെയ്യുമായിരുന്നു? അവര് വീട്ടുജോലികളൊക്കെ ചെയ്യുമായിരുന്നു, അവര് മിറ്റം തൂക്കുമായിരുന്നു, അവര് തുണി നനയ്ക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ശരീരത്തിന് ആവശ്യമായ ചൂടും ഒക്കെ ഈ കുഞ്ഞിന് കിട്ടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എല്ലാ വിറ്റാമിനും ഈ പ്രകൃതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈശ്വരൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ വിറ്റാമിൻ ഒന്നും യഥാസമയം നമ്മുടെ പെൺമക്കൾക്ക് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ പ്രകൃതി കൊടുക്കുന്നതൊന്നും വേണ്ട, വികൃതി കൊടുക്കുന്നതെല്ലാം ഇന്നത്തെ നമ്മുടെ പെൺമക്കൾക്ക് മതി. പ്രത്യേകിച്ചും ഗർഭിണിയായിട്ടിരിക്കുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. കഷായങ്ങളും ലേഹ്യങ്ങളും എല്ലാം അന്യമായിട്ട് പബ്സും ബെപ്സിയും പെപ്സിക്കോളായും അതുപോലുള്ള സാധനങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ കഴിക്കുന്നത്. എന്ത് ഫലം സംഭവിച്ചു? പിറക്കുന്ന കുഞ്ഞിനെ 5ാം ക്ലാസ്സിൽ കണ്ണാടി. ഞാനിപ്പോഴാ വെച്ചത്, 64ാമത്തെ വയസ്സിലാണ് വെച്ചത്. പിറക്കുന്ന കുഞ്ഞിന് 5ാമത്തെ വയസ്സിൽ കണ്ണാടി. തിരുവനന്തപുരത്ത് RCCയിലോട്ടൊന്ന് പോകണം. എൻ്റെ കണ്ണാ ഗുരുവായൂരപ്പാ ശരണം. എത്ര കുഞ്ഞുങ്ങളാണ് അവിടെ! കുഞ്ഞുങ്ങൾ ഒരു 5 വയസ്സ് 7 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. 18 കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞ് പിറക്കുന്നതിന് മുമ്പ് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരുന്ന പെൺകുട്ടികൾ. പേര് നിങ്ങൾ എണ്ണി നോക്കൂ, അതിന് ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. എന്താണ് കാര്യം? ഒരു വിവാഹാനന്തര ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ വിവാഹാനന്തര ജീവിതത്തിൽ അവർക്ക് കൊടുക്കേണ്ട, പ്രത്യേകിച്ച് പെൺമക്കൾക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാൻ ഇന്നത്തെ അമ്മമാർക്ക് കഴിയുന്നില്ല. അപ്പൊ കുഞ്ഞിങ്ങനെ കളിച്ച് ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വയറ്റിൽ. 7ാം മാസം മുതൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ. ഭാഗവതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗർഭപാത്രത്തിലേക്ക് ഒരു കുഞ്ഞ് പിറന്നു വീഴുന്ന സമയം മുതൽ
അവിടുന്ന് പ്രസവിച്ച് കുഞ്ഞ് പുറത്തു വന്നവൻ മരിക്കുന്നിടം വരെയുള്ള കാര്യം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആചാര്യന്മാരത് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോ നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കൾ അവരുടെ ജീവിതം കൊണ്ട് നഷ്ടമാക്കി കളഞ്ഞു. എന്തെന്ന്? സംസ്കാരത്തെ അല്ല, അവരുടെ ജീവിതത്തെ നഷ്ടമാക്കി കളഞ്ഞു. അപ്പോ അവർ കഴിക്കുന്നത് എന്താണ്? അവര് സാത്വികമായ ഭക്ഷണമല്ല കഴിക്കുന്നത്. എന്താണ് സാത്വികമായ ഭക്ഷണം? ഒരു കുഞ്ഞിങ്ങനെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇച്ചിരി പാൽപ്പായസമാണ് ആര് കഴിച്ചത്? കുഞ്ഞ് കഴിച്ചത്. അമ്മൂമ്മ കൊണ്ടുവന്നതാ. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞ ഉടനെ മരുമോള് പറഞ്ഞു, അമ്മായിയമ്മയുടെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മായിമ്മ പാൽപ്പായസം കൊണ്ട് കൊടുത്തു. അതിങ്ങനെ നുണഞ്ഞു കുഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മരുമോള് കെട്ടിയവനോട് പറഞ്ഞു, എനിക്കൊരു ഐസ്ക്രീം തിന്നാൻ കൊതിയാണ് മാഷെ, നിങ്ങൾ പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചെടുത്താന്ന് പറഞ്ഞു. അപ്പോ ഈ പാൽപ്പായസത്തിന്റെ പുറത്ത് ഈ ഐസ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ കുഞ്ഞിനുണ്ടായ വിറയൽ മാറ്റാൻ ആരെ കാണിക്കാൻ കൊണ്ടുപോകണം? ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകണം. അതിന് ഉത്തരവാദി ന്യൂറോളജിസ്റ്റ് അല്ല, ഓരോ പെൺമക്കളുമാണ്. ഒരു കുഞ്ഞിനൊരു അസുഖം വരുന്നതിന് പ്രധാന കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ, അതൊന്നും ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ല, ദൈനംദിന ജീവിതത്തിൽ എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത് എന്ന് പ്രഹ്ലാദൻ നമ്മളെ പഠിപ്പിച്ചു. എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്. അസുരകുലത്തിൽ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പ്രഹ്ലാദൻ പിറന്നത്. അസുരകുലത്തിൽ പ്രഹ്ലാദൻ പിറന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ സാത്വികമായ സന്തതി പരമ്പരകൾ, സാത്വികമായ ഹിന്ദു സമൂഹം വളർന്നു വരണമെങ്കിൽ തീർച്ചയായും അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കാനുള്ള തയ്യാറാവണം നമ്മുടെ അമ്മമാർ. വീട്ടിലെ അമ്മൂമ്മമാരില്ലല്ലോ, അമ്മമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? പലപ്പോഴും അമ്മയും മോളും ഒക്കെ സമപ്രായക്കാരായിട്ടാണ് ഇന്ന് കാണുന്നത്. അമ്മയും മോളും എല്ലാം സമപ്രായക്കാരായിട്ടാണ് കാണുന്നത്. എല്ലാവരും സന്ധ്യ സമയത്ത് നാമം ചൊല്ലാനും സമയമില്ല. എല്ലാവരും അവരവരുടെ ചിന്തകളിൽ. ഒരു വീട്ടിൽ ചെന്നാൽ സന്ധ്യയ്ക്കോ എപ്പോഴോ ഒരു വീട്ടിൽ ചെന്നാൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് 5 മൊബൈലിനകത്താണ് ഇരിക്കുന്നത്. നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല. അപ്പോ ഇത്തരം പ്രക്രിയകളെ, ഇത്തരം സത്സംഗങ്ങളിലൂടെ എന്ത് ചെയ്യാൻ കഴിയണം? അല്പം ഒരാൾക്ക് ലോകം മുഴുവൻ ഒരുമിച്ച് നന്നാവുമോ? ഇല്ല. നമ്മുടെ ഗ്രാമം മുഴുവൻ ഒരുമിച്ച് നന്നാവുമോ? ഇല്ല. ഒരാൾക്കെങ്കിലും, ഒരാളിന്റെ ഹൃദയത്തിലെങ്കിലും ഈ വിത്തിടാൻ കഴിഞ്ഞാൽ ആ വിത്ത് വളരും. അവന്റെ ജീവിതത്തിൽ ആ വിത്ത് വളരും. അങ്ങനെ വളർന്നിട്ടുള്ള നിരവധി കുടുംബങ്ങൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി പ്രഹ്ലാദൻ കഴിഞ്ഞു, ഇനി നരസിംഹമൂർത്തിയിലേക്കൊന്ന് വന്നാണ്. എന്താണ് നരസിംഹമൂർത്തി പറഞ്ഞിരുന്നത്? ഭഗവാനെ ഹരേ കണ്ണ ഗുരുവായൂരപ്പ ശരണം. പ്രഹ്ലാദൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് ഭാഗവത കഥയിലൂടെയല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ഭാഗവത പദങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കെന്ത് ദിശാബോധം നൽകുന്നു എന്ന്. അതാണ് ഭാഗവത ആരാധനയ്ക്ക് പാത്രമാകുന്നത്. ഹരേ കണ്ണ ഗുരുവായൂരപ്പ ശരണം. പ്രഹ്ലാദൻ പറഞ്ഞു, ഈ തൂണിലുണ്ട്, ഈ തുരുമ്പിലുണ്ട് ഭഗവാൻ. ഇത് ഹിരണ്യകശിപുവിനോട് പറഞ്ഞതല്ല, പിന്നെയോ ഇത് നമ്മളോട് പ്രഹ്ലാദൻ പറഞ്ഞു തരികയാണ്. എന്താണ് പറഞ്ഞു തരുന്നേ? സകല ചരാചരങ്ങളിലും ആര് നിറഞ്ഞു നിൽക്കുന്നു? ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെയുണ്ടോ എന്ന് ഹിരണ്യകശിപു ചോദിക്കുമ്പോൾ നമ്മുടെ അന്തർഗതം പറയുന്നു, ഇന്ന് തൃക്കയ്യപ്പനെ കാണാൻ പോയില്ല അതുകൊണ്ട് കണ്ണനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയും. അങ്ങനെയല്ല. ഒരിക്കൽ വന്നാൽ കണ്ണൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറഞ്ഞിരിക്കും. ഏത് സമയത്തും കണ്ണനെ കാണാം. കണ്ണനെ കാണാൻ സമയം വേണോ? ഇപ്പോഴെല്ലാരും, പണ്ടൊക്കെ എല്ലാരും ഇങ്ങനെ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഗരേ കൃഷ്ണ നാരായണ തവ പാദ സരോജമൻ. ഇപ്പൊ അങ്ങനാണോ പറയുന്നേ? അല്ല. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദഗരേ കൃഷ്ണ നാരായണ തവ പാദ സരോജമി. അമ്പലത്തിൽ തന്നെ ഉണ്ടാകേണം. എന്നാലല്ല നമുക്കൊന്നും തൊഴാനൊക്കൂ. കാരണം എന്താ? നമ്മുടെ മനസ്സതിന് ഭാഗമല്ല. അഷ്ടബന്ധമിളകിയത് അമ്പലത്തിനല്ല, പിന്നെ എവിടെയാണ്? നമ്മുടെ മനസ്സുകളിലാണ് എന്ത് ചെയ്തത്? അഷ്ടബന്ധമിളകിയത്. വിശ്വാസത്തിന്റെ മാത്രമല്ല, എല്ലാ കൽമഷങ്ങളും നിറഞ്ഞ് നമ്മുടെ മനസ്സ് നാശമായിട്ടിരിക്കുമ്പോൾ
കണ്ണൻ എവിടെ ഇരിക്കാൻ എവിടെ സ്ഥലം? കണ്ണൻ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കാൻ, ലോകത്തൊരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ശരീരത്തിലെ ഒരു അവയവമാണ് മനസ്സ്. ആ മനസ്സിന്റെ ഒരു കോണിൽ ഒരു പിരിയത്തിന്റെ 100 ഗണിച്ച് നാരായണ സൂക്തത്തിലുണ്ട്. നാരായണ സൂക്തം ഒരു പിരികത്തിന്റെ 100 വിഭജിച്ചതിലെ ഒരു അംശത്തിന് എന്ത് വലിപ്പമുണ്ടോ അത്രയും സ്ഥലമെങ്കിലും ഈ അഴുക്ക് വിരളാതെ മനസ്സിലൊന്ന് ഇട്ടിരുന്നാൽ തവ പാദ സരോജമൻ അകമേ വിലസും നാരായണ ജയ. അങ്ങനെ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നതായ ഭഗവാൻ എപ്പോഴും നമ്മുടെ മനസ്സിലാണ് എന്ത് ചെയ്യേണ്ടത്? കൊണ്ട് നടക്കേണ്ടത്. തുണി നനയ്ക്കുമ്പം ആരാണെ വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല സ്വാമി, തുണിയുടെ അഴുക്ക് പോകത്തില്ല. അന്നേരം തുണി ഭഗവാന്റെ ഉടയാടയാണെന്ന് സങ്കല്പിക്കണം എന്ന് ആചാര്യന്മാർ പറഞ്ഞു തരുന്നു. നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഭഗവാനുള്ള നിവേദ്യമാണ് ഉണ്ടാക്കുന്നതെന്ന് സങ്കല്പം ചെയ്യാൻ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏതിൽ വ്യാപരിച്ചാലും, നിങ്ങളുടെ മിറ്റം തൂക്കുമ്പോൾ അത് ശ്രീകോവിൽ തൂക്കുന്നതായിട്ട് സങ്കല്പം ചെയ്യണം എന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, ജപോ ജൽപാ ശില്പം സകലമഭിമുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യമ അശനാദ്യാഹുതി വിധിം തുടങ്ങി ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരി പറഞ്ഞു. നമുക്ക് മന്ത്രങ്ങളൊന്നും അറിയത്തില്ല ഭഗവാനെ, നമ്മൾ സാധാരണ ഗൃഹസ്ഥന്മാരല്ലേ, നമുക്ക് മന്ത്രങ്ങളും വിഷ്ണു സഹസ്രനാമം ഒന്നും നമുക്ക് കാണാതെ അറിയത്തില്ല ഭഗവാനെ, പുരുഷ സൂക്തവും സ്ത്രീ സൂക്തവും ഭാഗ്യസൂക്തവും ഒന്നും നമുക്കറിയത്തില്ല ഭഗവാനെ. അപ്പോൾ ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നു, എന്ത്? ഞാൻ ജൽപ്പിക്കുന്നതെല്ലാം കണ്ണാ നിന്റെ മന്ത്രമായിട്ട് കരുതിക്കൊള്ളണം. നമ്മൾ മക്കളെ വിളിക്കുന്ന വിളി പോലും എൻ്റെ കണ്ണാ ഇതൊക്കെ പ്രായോഗികമാണോ സ്വാമി, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ നടത്താത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആചരിക്കാത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇരുന്ന് പറഞ്ഞു തരുന്നില്ല എന്നർത്ഥം. ഹരേ കണ്ണാ ഗുരുവായൂരപ്പ ശരണം. അപ്പോ നമ്മൾ ജപിക്കുന്നതെല്ലാം, നമ്മൾ പറയുന്നതെല്ലാം ഭഗവാനെ കണ്ണാ നിന്റെ മന്ത്രമായിട്ട് സ്വീകരിക്കും. അപ്പൊ കുളിക്കണോ ഭഗവാനെ? രാവിലെ കുളിക്കാതെ എങ്ങനെയാ നാമം ചെല്ലുന്നത്? കുളിക്കണ്ട, കുളി ശരീരത്തിനാണ്. മനസ്സ് ശുദ്ധമായിരുന്നാൽ മതി. മനസ്സ് ശുദ്ധമായിരുന്നാൽ അവിടെ ഭഗവാൻ ഇരിക്കാനുള്ള ഇടമുണ്ടാകും. അപ്പോൾ മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ചെയ്യുന്നതെല്ലാം അത് ഭഗവാന് വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പം ചെയ്തു കഴിഞ്ഞാൽ 24 ഉറങ്ങുന്ന സുഖസുഷുപ്തിയിലേക്ക് വീഴുന്ന സമയം വരെ ഈശ്വരീയമായ കർമ്മങ്ങളിലാണ് നമ്മൾ മുഴുകുന്നതെന്ന് അറിയുക. നരസിംഹമൂർത്തി ഭഗവാൻ, അങ്ങനെ നരസിംഹമൂർത്തി ഭഗവാന്റെ മുമ്പിലേക്ക് എല്ലാ ഹിരണ്യകശിപുവിന്റെ വധമെല്ലാം കഴിഞ്ഞു അല്ലേ? ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ആരായിരുന്നു? ആർക്ക് ശാപം കിട്ടിയതാണ്? ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ജനമേജയന്മാർക്ക് ശാപം കിട്ടിയ അങ്ങനെ പിറന്നതാണ്. ഞാൻ നിന്നെ വന്ന് രക്ഷിച്ചു കൊള്ളാം, ഞാൻ നിന്നെ വന്ന് എന്നോട് ചേർത്ത് കൊള്ളാം എന്ന് ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹിരണ്യകശിപുവിനും ഹിരണ്യാക്ഷനും എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എഴുത്തച്ഛന്റെ ഭാഗവതത്തിൽ 2 വാക്ക് കിടപ്പുണ്ട്. ഹിരണ്യകശിപുവിനെ ഇങ്ങനെ മടിയിൽ കയറ്റി കിടത്തി ഇങ്ങനെ കുടൽമാല പുറത്തെടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ ചെവിയിൽ പറയുന്നു, നമുക്ക് വീണ്ടും കാണാം, വിഷമിക്കണ്ടെന്ന്. എന്താ? അതാണ് ഭക്തനോട് ഭഗവാന്റെ സ്നേഹവാത്സല്യം. അതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹിരണ്യകശിപുവിനെ പോലെ അറിയാതെ തെറ്റുകൾ ചെയ്തു പോയാലും, അറിയാതെ അധർമ്മങ്ങൾ ചെയ്തു പോയാലും, ഒരു മന്ത്രം നിങ്ങളുടെ ജന്മത്തെ എപ്പോഴെങ്കിലും ജപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോണസുമായിട്ട് ആര് വരും? കണ്ണൻ വരും. അതിന്റെ ബോണസ് നിങ്ങൾക്ക് തരാൻ വരും. ഹരേ കണ്ണാ ഗുരുവായൂരപ്പ ശരണം. മത്സ്യം കൂർമ്മം വരാഹം ഓം നൃസിംഹമൂർത്തി സ്വരൂപായ ശ്രീമന്നാരായണായ നമഃ. ഇനിയും പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ ഇവരുടെയെല്ലാം ജീവിതങ്ങൾ കൊണ്ട്, ഇവരുടെയെല്ലാം കർമ്മങ്ങൾ കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നതും എന്താണ്? ദൈനംദിന ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അച്ഛനെ അനുസരിക്കുന്ന ജമദഗ്നി മഹർഷി, അതാണ് പരശുരാമന്റെ അച്ഛൻ. ഒറ്റ വാക്കേ ഞാൻ അതിനകത്ത് പറയുന്നുള്ളൂ. എന്താണത്? അച്ഛൻ പറഞ്ഞ വാക്ക് മകൻ പാലിച്ചു. അച്ഛൻ പറയുന്ന വാക്കുകൾ മക്കൾ പാലിക്കാനുള്ളതാണ്. അമ്മ പറയുന്ന വാക്കുകൾ
മക്കൾ പാലിക്കാനുള്ളതാണ്. അമ്മയുടെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവൻ സത്സന്താനം. അച്ഛന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവൻ സത്സന്താനം. അച്ഛന്റെയും അമ്മയുടെയും പറയുന്നത് കേട്ട് ജീവിക്കുന്നവൻ മധ്യമ മക്കളാണ്, മധ്യമ സ്വരൂപമാണ് അവർക്ക്. അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ നടക്കുന്നവർ അധമസന്തതികളാണ്, അധമസന്തതികളാണ്. അധമസന്തതികൾ പിറക്കാതിരിക്കണമെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ സന്ധ്യയ്ക്ക് രാവിലെ ഒരല്പസമയം നിങ്ങളുടെ എവിടെയാണോ നിങ്ങളുടെ ഇരുന്ന് നാമം ജപിക്കാൻ പറ്റുന്നത് അവിടെ ഇരുന്ന് നാമം ജപിക്കണം. നമ്മളെ കേൾക്കുന്നവർ അവിടെ ഇരുന്ന് നാമം ജപിക്കണം. അപ്പോൾ അസത്തായിട്ട് നടക്കുന്നവരുടെ ബൗദ്ധിക തലത്തിലേക്ക് പോലും ആ മന്ത്രജപത്തിന്റെ ഊർജം കടന്നു ചെല്ലും. ഒരു മന്ത്രവും ചൊല്ലിയില്ലെങ്കിൽ പോലും നാരായണ 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 നാരായണായ 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 ഹരേ കണ്ണ, ഇതിൻ്റെയൊക്കെ ഈശ്വരോർജ പ്രവാഹം എത്രയാണെന്നാണെന്ന് ഇനിയും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മത്സ്യസ്വരൂപനായ ശ്രീമന്നാരായണനും കൂർമ്മസ്വരൂപനായ ശ്രീമന്നാരായണനും, മത്സ്യം കൂർമ്മം, വരാഹസ്വരൂപനായ ശ്രീമന്നാരായണനും, നൃസിംഹമൂർത്തി സ്വരൂപനായ ശ്രീമന്നാരായണനും, പരശുരാമസ്വരൂപന്റെ വേറെ നിരവധി കർമ്മങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതുണ്ട്. അധർമ്മങ്ങൾ ചെയ്തവരെ, അധർമ്മങ്ങൾ ആര് ചെയ്താലും ശിക്ഷിക്കുന്ന ആളായിരുന്നു പരശുരാമൻ. അപ്പൊ അധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ വീട്ടിലുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകണ്ട, നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട്, നമ്മുടെ മനസ്സ് തന്നെയുണ്ട്. ചിലപ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ പോലും അധർമ്മം കടന്നു വരാം. പരശുരാമ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എപ്രകാരമാണോ അധാർമികളായ ക്ഷത്രിയ വർഗത്തെ യാതൊരു ക്ഷമയും കൂടാതെ നിഗ്രഹിച്ചു കളഞ്ഞത്, അതുപോലെ പരശുരാമ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ നിന്റെ മഴുകൊണ്ട്, അങ്ങയുടെ കൈകളിലിരിക്കുന്ന മഴുവുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഉള്ളിൽ അധാർമികമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള ബോധം വളർന്നു വരികയാണെങ്കിൽ കടക്കി വെച്ച് വെട്ടിക്കളഞ്ഞേക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം, എന്ന് പറയണം. ഇതിനൊക്കെ ഉള്ളതാണ് നമ്മുടെ ഭാഗവതം. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും അതാണ് ഭാഗവതം തരുന്നത്. ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് പ്രവേശിച്ച് ഭാഗവതത്തിലൂടെ, ഭാഗവത പദങ്ങളിലൂടെ പ്രകാശനം ചെയ്യപ്പെടുന്നതായ ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ച് കടയിൽ കൊണ്ട് പൊതിഞ്ഞു വിൽക്കാനാണോ? അല്ല. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും, ദിശാബോധം നൽകാൻ കഴിയും നമ്മുടെ സന്തതി പരമ്പരകൾക്ക്. ആ തരത്തിലേക്ക് ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളും ആ തരത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 18,000 ശ്ലോകങ്ങളിലെ ഓരോ ശ്ലോകങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതാ കുന്തി മാതാവിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞു. ഭാഗവതം പ്രഥമസ്കന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. നാരായണ നാരായണ. കുന്തി മാതാവിന്റെ സ്തുതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാവർക്കും അറിയാമല്ലോ കുന്തി മാതാവിന്റെ സ്തുതി. നാരായണ 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 നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം. മിക്കവാറും ഇതും കൂടെ പറയാനുള്ള സമയമാണ് നമുക്കുള്ളത്. നാരായണ. ഇവിടെ അമ്മമാർ കൂടുതലിരിക്കുകയാണ്. അമ്മയും അച്ഛനുമൊക്കെ കഴിഞ്ഞ ജന്മങ്ങളിലെ അച്ഛന്മാരെല്ലാം അതിനു മുമ്പത്തെ ജന്മത്തിലെ അമ്മമാരായിരിക്കാം. ഈ ജന്മത്തിലെ അമ്മമാരെല്ലാം കഴിഞ്ഞ ജന്മത്തിലെ അച്ഛന്മാരായിരിക്കാം. അതുകൊണ്ട് ഏതച്ഛനെയാണ്, ഏതമ്മയെയാണ് അമ്മയ്ക്ക് നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്ന ഭാഗവത സന്ദർഭങ്ങൾ നിരവധിയാണ്. ഭരതരാജാവിന്റെ കഥയിലൂടെ 3 ജന്മങ്ങളിൽ നമ്മളിങ്ങനെ ആണായിട്ടും പെണ്ണായിട്ടും പശു പക്ഷി മൃഗാദികളായിട്ടും ഒക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് കുന്തി മാതാവിന്റെ സ്തുതി. കുന്തി മാതാവ് കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞു, പാണ്ഡവന്മാരെല്ലാം വിജയിച്ചു, കൗരവർക്കെല്ലാം പല ക്ലേശങ്ങളും പറ്റി, കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകുന്നു. ഇതൊക്കെ നമുക്ക് ഭാഗവതത്തിൽ നമുക്കറിയാൻ സമയം നമുക്ക് പറഞ്ഞിട്ടുള്ളതുമാണ്. എത്രയോ ആചാര്യന്മാരിലൂടെ ഞങ്ങൾ ശ്രവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ മടങ്ങിപ്പോകാനായിട്ട് പോകുമ്പോൾ, ആര് മടങ്ങിപ്പോകാനായിട്ട് പോകുമ്പോൾ?
കൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ കുന്തി മാതാവും പാഞ്ചാലിയും ഉത്തരയും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും എല്ലാവരും കൂടി കണ്ണന്റെ മുമ്പിൽ വന്നു. തേരിൽ കയറാനായിട്ട് പോവുകയാണ് ഭഗവാൻ. അപ്പൊ ഉത്തരയുടെ ഗർഭത്തിൽ കിടന്ന കുഞ്ഞിനെയൊക്കെ രക്ഷിച്ച ആളാണ് ആര്? ഭഗവാൻ ശ്രീമൻ നാരായണൻ. പറയാം അപ്പോൾ ഉള്ള പ്രാർത്ഥന. കുന്തിസ്തുതി നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. കുന്തിസ്തുതി എഴുതി പഠിച്ചു വെക്കണം നിങ്ങൾ. ഭാഗവതത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് കുന്തിസ്തുതിയാണ്. നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. കുന്തിമാതാവ് പറഞ്ഞു, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, സർവത്തിലും ആദിയായിട്ടുള്ള ഭഗവാനെ, പരിപൂർണനായിട്ടുള്ള ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് കുന്തിമാതാവ് പറഞ്ഞു, മായയാകുന്ന തിരശ്ശീലയ്ക്ക് അപ്പുറം നിൽക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല. മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം നലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യതരോ യഥാം. ഭഗവാൻ ആടുന്ന നാട്യങ്ങൾ വളരെ വലുതാണ്. നമ്മളെപ്പോലുള്ള മൂഢബുദ്ധികൾക്ക് അത് കാണാനും കഴിയില്ല എന്ന് നമുക്കറിയാം ഭഗവാനെ. പല പരമഹംസന്മാർക്ക് പോലും ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാനാണല്ലോ ഞങ്ങളുടെ കൂടെ ഇത്രയും നാളും കഴിഞ്ഞത്. അതിൽ നമുക്ക് സന്തോഷമുണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് കുന്തിമാതാവ് സ്തുതിക്കുന്ന ശ്ലോകം ഏതാണ്? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ഇത്രയും ഭഗവാനെ സ്തുതിച്ച ശേഷം കുന്തിമാതാവ് പറയുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വ്യാഖ്യാന സഹിതം പഠിക്കേണ്ടത്. ഇപ്പൊ പഠിക്കാനും സമയമില്ല, നമുക്ക് പഠിപ്പിക്കാനും സമയമില്ല. ആയതുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഭഗവാനെ, ദാരിദ്ര്യത്തിന്റെ പടുങ്കുഴിയിലായിരുന്നു ഞങ്ങൾ വനവാസകാലത്ത്. അപ്പോഴാണ് ദുർവാസാവ്, ദുര്യോധനൻ പറഞ്ഞു വിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. പട്ടിണിയായിരുന്നു, ഉള്ളതെല്ലാം ഞങ്ങൾ വെച്ച് കഴിച്ചും കഴിഞ്ഞു. ഭഗവാനെ, ഇനി എങ്ങനെയാണ്? ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം നമ്മളെ ശപിക്കുകയും ചെയ്യും. അന്നേരം ഭഗവാൻ എന്തോ കൊടുത്തു? ഒരു ചീരയില കൊടുത്തു. എന്തോ കൊടുത്തു? പാത്രത്തിന്റെ അറ്റത്ത് എന്തുണ്ടായിരുന്നു? നാരായണ 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 നാരായണ. ഇവിടെ പ്രാർത്ഥന എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സദാ നാനാതരത്തിലുള്ളതായ ദാരിദ്ര്യത്തിലേക്ക്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് മാത്രമാണോ? അല്ല. ഭക്ഷണത്തിന് ദാരിദ്ര്യം, ധനത്തിന് ദാരിദ്ര്യം, സ്നേഹത്തിന് ദാരിദ്ര്യം, ജ്ഞാനത്തിന് ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ധനത്തിന്റെ മാത്രമാണെന്ന് ആരും ധരിക്കരുത്. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ നിന്ന് നാനാതരത്തിലുള്ള ദാരിദ്ര്യമാണ്. അതിലൊരു ഉദാഹരണം സിംബലൈസ് ചെയ്യുക മാത്രമാണ് ഈ ചീരയിലയിലൂടെ ആചാര്യൻ വ്യാസാചാര്യൻ പറഞ്ഞു തരുന്നത്. എപ്രകാരമാണോ തൻ്റെ പാത്രത്തിന്റെ അറ്റത്ത് ഒരു ചീരയില ഇരുന്ന് അതിലൂടെ ആർക്കെല്ലാമാണ് പിന്നീട് ഭക്ഷണം വിളമ്പി കൊടുത്തത്, അതുപോലെ എൻ്റെ കണ്ണാ തൃക്കയിലപ്പ, എൻ്റെ കണ്ണാ ഗുരുവായൂരപ്പ, നാനാതരത്തിലുള്ള ദാരിദ്ര്യത്തിൽ നമ്മൾ മുങ്ങിത്താഴുമ്പോൾ നമ്മുടെ മക്കൾ, അമ്മയെ സ്നേഹിക്കാത്ത മക്കൾ, അച്ഛനെ സ്നേഹിക്കാത്ത മക്കൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്ന കുടുംബങ്ങൾ എത്രയാണ് എണ്ണിയാൽ തീരാത്തത്ര മാത്രമുണ്ട്. അച്ഛൻ താഴെ ഇരുന്ന് നാമം ചെല്ലുമ്പോൾ ഉറക്കെ TV വെക്കുന്ന മക്കൾ, ഇതെല്ലാം നമുക്ക് ഹിന്ദു കുടുംബങ്ങളിൽ കാണാം. ഭഗവാനെ, ഇതെല്ലാം അങ്ങ് കാണുന്നുണ്ടല്ലോ. ഈ തൃക്കൈയിൽ അപ്പന്റെ മുമ്പിൽ ഇവിടെ നിന്നും ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ഈശ്വരോർജം ഏതെല്ലാം ഗൃഹങ്ങളുടെ വാതിലുകൾ തുറന്ന് ആ ഗൃഹങ്ങളുടെ ഉള്ളിൽ അധിവസിക്കുന്നതായ ഭക്തന്മാരുടെയും ഭക്തന്മാരല്ലാത്തവരുടെയും ഹൃദയത്തിലേക്ക്, ചിന്തയിലേക്ക്, കർമ്മത്തിലേക്ക് എത്തുന്നുണ്ടോ ഭഗവാനെ? അവരിൽ ദാരിദ്ര്യമുണ്ടാകില്ലേ? അതാണ് യജ്ഞത്തിന്റെ ഫലസിദ്ധി. നമ്മുടെ പ്രാർത്ഥനയിൽ എങ്ങനെയാണ്? എപ്രകാരമാണോ കുന്തി മാതാവിന് ചീരയില നൽകി ഭഗവാൻ ദാരിദ്ര്യം മാറ്റിയത്, എൻ്റെ കണ്ണാ, നമ്മുടെ ജീവിതത്തിലും ഭഗവാനെ ദാരിദ്ര്യമുണ്ടാകാതെ ഒരു കൈത്താങ്ങായിരിക്കണേ.
ഉത്തരയുടെ ഗർഭത്തെ രക്ഷിച്ചില്ലേ ഭഗവാൻ? അല്ലേ? അതിനിപ്പോ നമ്മൾ എന്ത് വേണം? ഏതോ ഒരു കാലത്ത് ആരാണ്ടയുടെ അമ്പേറ്റെന്നാ പറഞ്ഞ, അല്ലയോ? ആരുടെയാണ്? അശ്വത്ഥാമാവിന്റെ അമ്പേറ്റ്. ഇതിനെയാണ് ഇന്ന് നമ്മൾ കലിയുഗത്തിൽ പറയുന്നത് അബോർഷൻ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? അബോർഷൻ. കഴിക്കാൻ പാടില്ലാത്ത ഏതാണ്ട് കഴിച്ചു. അപ്പോൾ അശ്വത്ഥാമാവ് അയച്ച അഗ്നിശരത്തിന് തുല്യമായി നമ്മുടെ കുഞ്ഞിന്, അകത്ത് കിടക്കുന്ന കുഞ്ഞിന്. എപ്രകാരമാണോ ഉത്തരയെ ഭഗവാൻ രക്ഷിച്ചത്, അതുപോലെ നമ്മുടെ കുടുംബത്തിലെ പെൺമക്കൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ സത്സന്താനങ്ങളാക്കി അവർക്ക് ജന്മം കൊടുക്കാൻ എൻ്റെ കണ്ണാ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ തൃക്കൈയിലപ്പ അനുഗ്രഹിക്കണേ. വെറുതെ കുന്തിസ്തുതി വായിച്ച് കുന്തിസ്തുതി കേട്ട് പോകരുത്. ഓരോ ശ്ലോകങ്ങളും ചെല്ലുമ്പോഴും ആ ശ്ലോകത്തിന്റെ ഉള്ളിൽ വർത്തമാന കാലഘട്ടത്തിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും ജീവിതത്തിന് ദിശാബോധം നൽകുന്ന സന്ദേശങ്ങളുണ്ട്. അത് കാണാതെ പോകരുത് ആരും. ആ ഭക്തിയോടുകൂടി ഭാഗവതത്തെ സമീപിക്കുമ്പോൾ മാത്രമാണ് ഭാഗവതത്തിൽ നിന്നും ജ്ഞാനം, ഭക്തിയിൽ നിന്നും ജ്ഞാനം എന്ത് ചെയ്യുന്നത്? എഴുന്നേറ്റ് വരുന്നത്. അപ്പോഴാദ്യം വേണ്ടത് ജ്ഞാനമല്ല, ഭക്തിയാണ്. ഭക്തിപൂർവം കുന്തിസ്തുതിയെ സമീപിക്കുമ്പോൾ കുന്തിസ്തുതിയിൽ നിന്നും ജ്ഞാനത്തിന്റെ കിരണങ്ങൾ നമ്മുടെ ഹൃദയപത്മത്തിലേക്ക് ഇങ്ങനെ വിടർന്നു വരും. വീണ്ടും പറഞ്ഞു, എപ്പോഴൊക്കെയാണോ എൻ്റെ മക്കൾക്ക് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായപ്പോ അപ്പോഴൊക്കെ എൻ്റെ കണ്ണാ നീ വന്ന് രക്ഷിച്ചില്ലേ. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം കുന്തി മാതാവും അനുഭവിച്ചതാണ് കേട്ടോ. ആ കാലഘട്ടത്തിൽ സ്ത്രീ ശാക്തീകരണം, അതാണല്ലോ ഇന്ന് പറയുന്നത് സ്ത്രീ ശക്തി. അന്നത്തെ കാലഘട്ടത്തിൽ കുന്തി മാതാവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചുപോയാൽ ചിതയിൽ ചാടി ചാവുകയാണ് പതിവ്. അന്ന് കുന്തി മാതാവ് പറഞ്ഞു, ഞാൻ ചാടില്ല കേട്ടോ, ഞാൻ ചാടില്ല, പറക്കമുറ്റാത്ത എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്തണം എന്ന് പറഞ്ഞ ആദ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആദ്യത്തെ ബിംബമാണ് കുന്തി മാതാവ്. അപ്പോഴാ കുന്തി മാതാവിനെ പോലെ നമ്മളാകണം. എങ്ങനെയാകണം? നമുക്കൊന്നും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇന്നത്തെ കാലത്ത്. എന്തു കൊടുത്താലാണ് നമ്മുടെ മക്കളെ പൂർണ്ണമാക്കി സംതൃപ്തിപ്പെടുത്താൻ കഴിയുക? ഒന്നും പറ്റില്ല. പിന്നെന്തു കൊടുക്കാൻ പറ്റും? ഈ കുന്തിസ്തുതി നിത്യജപത്തിലൂടെ. ഈ കുന്തിസ്തുതി നിത്യം ജപിക്കാൻ പറയല്ലേ സ്വാമി, ചിലപ്പോൾ പറ്റിയെന്ന് വരുന്നില്ല. വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തടസ്സം, ജീവിതയാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ച് കണ്ണനെ മുമ്പിൽ മനസ്സുകൊണ്ട് പ്രതിഷ്ഠിച്ചിരുന്ന് കുന്തിസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കൂ. എപ്രകാരമാണോ ഏതേതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭഗവാനെ നീ കുന്തി മാതാവിനെ സഹായിച്ചത്, കുന്തി മാതാവിന്റെ മുമ്പിൽ അനുഗ്രഹവുമായി എത്തിയത്, എൻ്റെ കണ്ണാ, എൻ്റെ തൃക്കൈയിലപ്പ, എൻ്റെ ഗുരുവായൂരപ്പ, അതുപോലെ നീ എൻ്റെ മക്കളുടെ മുമ്പിലും എത്തണേ, അതുപോലെ നീ എന്നെ സഹായിക്കാനും എത്തണേ എന്ന് കുന്തിസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കണം. ഭാഗവതത്തിലെ കുന്തിസ്തുതി മാർക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓരോ ശ്ലോകവും എഴുതി പഠിക്കേണ്ടതാണ്. നേരെ ഇനിയും ഭീഷ്മരിലേക്ക്. നാരായണ നാരായണ. നമ്മൾക്കെല്ലാവർക്കും അറിയാം അർജുനന്റെ ശരമേറ്റ് ഉത്തരായണം കാത്ത് സ്വച്ഛന്ത മൃത്യുവിന് വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ് ഭീഷ്മരൻ. അറിയാൻ വയ്യാത്ത ഏത് ഭാഗവത ഭക്തന്മാരാണുള്ളത്? ഇല്ല, എല്ലാവർക്കും അറിയാം. ആ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഭീഷ്മർ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിന്റെ കഥയൊന്നും നമ്മൾ പറയുന്നില്ല. ആ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഭീഷ്മ മഹാശയൻ, ഭീഷ്മ പിതാമഹൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നാരായണ നാരായണ. ഉത്തരായണത്തിൽ ആയിരിക്കണം നമ്മുടെ സ്വച്ഛന്ത മൃത്യു. എന്താണ് ഉത്തരായണം? അതിനെക്കുറിച്ച് നമ്മൾ പോകുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സൂര്യൻ ഉച്ചസ്ഥായിലേക്ക് പോകുന്ന ആ സമയം ഭഗവാന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാലം ഉത്തരായണം, പിതൃക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാലം ദക്ഷിണായനം. ഓക്കെ, അപ്പോൾ ഉത്തരായണ കാലം കാത്തു കിടക്കും. നമ്മളെല്ലാം ഉത്തരായണം കാത്തു കിടക്കുകയാണ്. നമ്മളെല്ലാം മരണം കാത്തു കിടക്കുകയാണ്. അർജുനൻ ഭൗതികതയുടെ പ്രതീകമാണ്. അർജുനൻ എന്താണ്? അർജുനന്റെ ശരമേറ്റു എന്ന് പറഞ്ഞ ശരശയ്യയിലാണ് ആര് കിടക്കുന്നത്? ഭീഷ്മ പിതാമഹൻ കിടക്കുന്നത് ശരശയ്യയിലാണ്. നമ്മൾ പിന്നെ കിടക്കുന്നത് പട്ടുമെത്തയിലാണ്.
നമ്മൾ കിടക്കുന്നത് പട്ടുമെത്തയിലല്ല നമ്മൾ കിടക്കുന്നത്. നാനാതരത്തിലുള്ള ജീവിത യാത്രയിലിടയിൽ നാനാതരത്തിലുള്ളതായ ശരങ്ങളേറ്റ് നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്നതായ 70,000 നാഡീ നരമ്പുകളിലൂടുന്ന രക്തധമനികളുണ്ടല്ലോ, രക്തകണങ്ങളുണ്ടല്ലോ. ആ രക്തകണങ്ങൾ പോലും വൈബ്രേറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മുമ്പിലൂടെ വരുന്നതായ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ രക്തധമനികൾ പോലും എന്താണ്? സങ്കീർണതയിലാണ്. ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും എഴുന്നേറ്റ് നിന്ന് വേർപ്പ് പൊടിക്കുകയാണ്. എന്താണ് വേർപ്പായിട്ട് പോകുന്നത്? അവിടെയാണ് ഭീഷ്മ പിതാമഹന്റെ പ്രാർത്ഥന പോലെ നമ്മുടെയും പ്രാർത്ഥന. അപ്പോൾ കുന്തിമാതാവും പാഞ്ചാലിയും ഒക്കെ വന്നിട്ട് മഹാശയന്റെ അടുത്ത് ചോദിക്കും, ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കും കേട്ടോ. അതൊക്കെ നിങ്ങൾക്കറിയാം, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു കാണും. ഒരുപാട് ഉപദേശങ്ങൾ ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണു യുധിഷ്ഠിരാദികൾക്ക്, ധർമ്മപുത്രർക്കും മറ്റും നൽകും. ആ കൂട്ടത്തിലുള്ളതാണ് വിഷ്ണു സഹസ്രനാമവും. നാരായണ നാരായണ നാരായണ. അപ്പോ കുന്തിമാതാവ് എല്ലാവരും കൂടെ ചോദിക്കും, ഇത് നേരത്തെ അറിയത്തില്ലായിരുന്നോ? എന്താ ഇത് നേരത്തെ അറിയത്തില്ലായിരുന്നോ? നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവത്തില്ലായിരുന്നല്ലോ, ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നല്ലോ അങ്ങക്ക്. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ചുരുക്കി 2 വാക്കിലാണ് മഹാഭാരതത്തിന്റെ ആ ഒരു സന്ദർഭത്തെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ എൻ്റെ കൗരവന്മാർ തന്നതായ തമോ ഗുണം നിറഞ്ഞ രജോ ഗുണം നിറഞ്ഞ ഭക്ഷണം കഴിച്ച് എൻ്റെ ശരീരത്തിൽ മല പോലെയായി അധർമ്മം. കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തമ ഭക്ഷണമായിരിക്കണം, സാത്വികമായ ഭക്ഷണമായിരിക്കും. എന്താണ് സ്വാമി സാത്വിക ഭക്ഷണം? അത് നിങ്ങൾക്കറിയാം, ഇല്ലെങ്കിൽ മറ്റ് ആചാര്യന്മാർ പറഞ്ഞു തരും. നല്ല ഭക്ഷണം കഴിക്കണം, സാത്വിക ഭക്ഷണം കഴിക്കണം. അങ്ങനെ സാത്വിക ഭക്ഷണം കഴിക്കാൻ ഇടവന്നില്ല ആർക്ക്? ഭീഷ്മ പിതാമഹന്. അങ്ങനെ മോശമായ ഭക്ഷണം കഴിച്ചും പിന്നൊരു ഭക്ഷണം കഴിച്ചു. അതേതാണ്? അവര് പറഞ്ഞ വാക്കുകളാകുന്ന ഭക്ഷണം. ആര്? കൗരവാദികൾ പറയുന്ന വാക്കുകളാകുന്ന ഭക്ഷണം കഴിച്ച് എന്ത് സംഭവിച്ചു? അവിടെയും നാശം സംഭവിച്ചു. അങ്ങനെ നാനാ വിധത്തിലുള്ളതായ ഭക്ഷണം കഴിച്ച് ഞാൻ എന്തായി? എൻ്റെ സത്വഗുണം പോയി തമോ ഗുണം വർദ്ധിച്ചു. ഇപ്പോ അർജുനന്റെ ശരമേറ്റ് ആ രക്തമെല്ലാം വാർന്നുപോയി. ഇപ്പോ എൻ്റെ ഉള്ളിൽ സത്വഗുണം മാത്രമായി. ഇതുപോലെ ശരങ്ങളേറ്റ്, നാനാതരത്തിലുള്ളതായ ശരങ്ങളേറ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഉത്തരായണം കാത്തു കിടക്കുകയാണ്. ആ ഉത്തരായണം കാത്തു കിടക്കുന്ന നമ്മൾ നാരായണ മന്ത്രമാകുന്ന മന്ത്രം ജപിച്ച് നമ്മുടെ ശരീരത്തിലുള്ള രോമകൂപങ്ങളിലൂടെ വിയർപ്പ് കണങ്ങളായി നമ്മുടെ തമോ ഗുണത്തിന്റെ സ്വഭാവത്തെയെല്ലാം കളഞ്ഞ് അതിൽ നിന്നും മുക്തനായി സാത്വികനായ ഈശ്വരീയ ഭക്തനായി നിങ്ങൾ പരിണമിച്ചാൽ ഉത്തരായണം വന്നു നമ്മളെ വരവേൽക്കും. പിന്നെയോ പൂർണ്ണ നിലാവ് വന്ന് നിങ്ങളെ, പൗർണമിക്കാലം വന്ന് നിങ്ങളെ വരവേൽക്കും, നമ്മളെ വരവേൽക്കും.